ഇതായത് ഓഹോ പരബ്രഹ്മനായിരുന്നോ? നീ ഭയങ്കര പി ആർ ആളിയാണ് നിനക്ക് ഇപ്പൊ കേട്ടോ. ഭയങ്കര ശോകമാണ്. ഇങ്ങനെ ചെയ്യരുതടാ. നീ എന്തിനാ ഈ പി ആർ ചെയ്യണേ ഇങ്ങനെ ഡ്രീമറെ? ഞാൻ കണ്ടളി ഇത് ആരളി ഇതൊക്കെ? ഞാൻ വണ്ടി ഓടിച്ചോണ്ട് കാണുമായിരുന്നു. ഇതൊക്കെ ആര്? എനിക്ക് അറിഞ്ഞൂടാട്ടാ. കാര്യങ്ങൾ കേട്ടോണ്ടിരിക്കും. അല്ല ഈകളെ നീയല്ല ഇന്നലെ അവനെ തെറി വിളിച്ച എന്നെ ഫോൺ വിളിച്ചിട്ട് ഇവനെ ഇടിക്കണോന്നൊക്കെ വീട്ടിൽ പോയി. ഞാൻ പറഞ്ഞിട്ടില്ല. നീലല്ല ഇന്നലെ പറഞ്ഞേ? ഞാൻ പറഞ്ഞിട്ടില്ല. നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറഞ്ഞിട്ടില്ല. നാളെ മിഥുനണ്ണ വലിച്ചെടുത്തോണ്ടെങ്കിൽ വരും വീട്ടിലോട്ട് കയറി കേട്ടാ. എനിക്ക് മിഥുനണ്ണനെ പേടിയാ. ഞാൻ ഒന്നും പറഞ്ഞില്ല. എനിക്ക് മിഥുനണ്ണനെ പേടിയാ. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഈകളെ പറ്റി ധൈര്യം ഇതെന്താ താഴത്തിരിക്കുന്ന ഒരുമാതിരി കുട്ടിക്കുരങ്ങിനെ പോലെ ചിരിക്കുന്നു. എവന്റെ വിചാരം എവന്റെ ചിരി പൃഥ്വിരാജിന്റെ ഉള്ള ചിരി എന്നാണ് എവന്റെ വിചാരം. പറയും നിന്റെ മോഹൻ നാളെ വെട്ടിയിടോടാ. പിന്നെ ഇതൊക്കെ പറയാൻ രണ്ട് പറയണ്ടേ പിന്നെ? ആരോട് പഠിപ്പിച്ചത് അവനെ? അവന്റെ അച്ഛനാ? പുള്ളി പറഞ്ഞത് ആദ്യം മാതാപിതാ ഗുരു ദൈവം തന്നെയാണ്. അത് ആര് പഠിപ്പിച്ചാലും അങ്ങനെ തന്നെയാണത്. അതിന് മാറ്റമൊന്നുമില്ല. ഒരാളെ ഇഷ്ടമാവുന്നതൊക്കെ ഓക്കെയാണ്. ഇങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് പ്രാന്തായി പോരുത്. കഞ്ചാവൻ മാതാപിതാ വിജയണ്ണനോ? ഇതെടാ അളിയ, ഇത് റേജ് ബൈറ്റ് ആടാ. നീ ഇതില് വീടല്ലേ അളിയ? ഇത് ടോപ്പ് നോച്ച് റേജ് ബൈറ്റാ. മനസ്സിലായ? എടാ ഇവനെ അറിയാം. ഇവൻ വിജയുടെ ഇത്ര ഡൈഹാർഡ് ഫാൻ ഒന്നുമല്ല. ഇവ വിജയുടെ പടം ഇറങ്ങിയ പോലും 10ാം ദിവസം കാണുന്നവനാ. മനസ്സിലായ? ഉറപ്പാണ് അളിയ. ഇതൊക്കെ പറ്റി ഈ സോഷ്യൽ മീഡിയയിൽ കാണിക്കാൻ വേണ്ടിട്ടാണ് വിജയ് ഫാൻസ് വരെ ഇവനെ തള്ളക്കി വിളിച്ചോണ്ടിരിക്കുന്ന അടുത്തിനാണ്. അപ്പൊ നീ ഈ റേജ് ബൈറ്റ് പോയി വീടല്ലേ? ഇത് പക്ക റേജ് ബൈറ്റ് ഇത്. നീയാ തുടങ്ങിയത് അളിയാതെ. ഇവൻ ഈ വീഡിയോ ഞാൻ ഇത്തിരി പറഞ്ഞേ. ഞാൻ എന്റെ അണ്ണനാണ് ഞാൻ ചോദിച്ചത്. എന്റെ അണ്ണ ആര്? എന്റെ അണ്ണനെ ഇടിക്കുമോ? അവന്റെ വിജയണ്ണൻ ഞാൻ എന്തിനു റിയാക്ട് ചെയ്യുന്നറിയാവോ? നിന്നെ ഇടിക്കുമെന്ന് പറഞ്ഞില്ലേ? പറയട്ടെ, നിന്നെ ഇടിക്കാൻ വരുമെന്ന് പറഞ്ഞവൻ അതിന് റിയാക്ട് ചെയ്തതിനാണ്. ഇതിലെനിക്ക് യാതൊരു പങ്കുമില്ല. ഞാൻ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് എന്റെ ഡിസ്കോഡ് എന്നൊക്കെ പറഞ്ഞ അറിയാമെന്ന് എനിക്ക് അറിയാം. അതിലേക്ക് കയറി വന്നതാണ് ഈ ചന്ദ്രൻ ഡ്രീമർ ഗെയിമിംഗ്. പുള്ളിയുടെ അഭിപ്രായങ്ങൾ മുഖം കാണിച്ച് പറയാനുള്ള ധൈര്യം ഇല്ലാത്തത് കൊണ്ട് എന്റെ തത്സമയത്തിൽ വന്നിരുന്ന് സംസാരിക്കുന്നതാണ് നിങ്ങളിപ്പോ കേട്ടോണ്ടിരിക്കുന്നത്. അവൻ പറയും എന്നെ നിന്റെ അണ്ണൻ കണ്ടാ പേടിച്ച് എന്റെ അടുത്ത് നിന്റെ അണ്ണന്റെ കുഞ്ഞിരിക്കണ എന്റെ മുന്നിൽ നിനക്കെന്താ ഇത്ര പാട് കുനിയായിരിക്കും നാളത്തെ ക്യാപ്ഷൻ. ഉറപ്പായിരുന്നു കൺഫേം. എനിക്ക് പേടിയാണ്. എനിക്ക് ഇതിനെ പേടിയാ. ഇത് റേജ് വെയിറ്റ് ആകുമോ ചെയ്ത്? Already have enough going on my life, and you didn't even meet me the bare minimum requirement to be in my league. So no, ain't I gonna watch this set nor engage with you any further. Also, you look like you are in mid of 20s. I am genuinely not sure if people still develop brain at this age, but you should seriously try. Peace out. എടാ അവനെ കേട്ടോടാ കുണ്ണെ പീസ് ഔട്ട് എന്ന് പറഞ്ഞത് മാത്രമേ മനസ്സിലായുള്ളൂ. ബാക്കിയുള്ള ഇംഗ്ലീഷ് മനസ്സിലാവില്ല. ആ പിഞ്ചി വെച്ചേക്ക നല്ല എന്തോ പറഞ്ഞെന്ന് പറഞ്ഞ് അണ്ണൻ ഉയരുന്നു. ഇത് നാളെ ഉണ്ടല്ലോ നല്ല നിന്റെ പാച്ചൂസും നീയും പാച്ചൂസും ദേവൂട്ടനും ഇരിക്കുന്ന ഫോട്ടോയില് ദേവൂട്ടന്റെ സ്ഥാനത്ത് എവയിരിക്കും. സത്യം വെട്ടിയായിരിക്കും. സായിപ്പിന് ചെയ്ത കണ്ടില്ലേ നീ? എടാ എനിക്ക് ഇതൊക്കെയാണ് എനിക്ക് പറ്റാത്തടാ. റേജ് വെയിറ്റ് ആണോ ഇത്? ഇത് റേജ് വെയിറ്റ് ആളിയാ. ഞാൻ 2026 റേജ് വെയിറ്റ് ഒക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങി. ഇത് റേജ് വെയിറ്റ് ആളിയാ. എടാ നമുക്കൊരു ഫണ്ണൊക്കെ വേണ്ടേ ഇടയ്ക്ക്? അളിയാ ഇത് പക്ഷെ റേജ് വെയിറ്റ് ആളിയാ. ഇതില് വീഴല്ലേ അളിയാ?
നീ വീണിപ്പം നിന്നെ കൊണ്ടുപോയി മിഥുനണ്ണാ, ഞാൻ ഒന്നുകൂടെ പറയാണ്, ഞാൻ മോശമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. അണ്ണന്റെ എന്റെ അഭിപ്രായ വ്യത്യാസം വേറെയാ മിഥുനണ്ണ. സത്യം പറയാലോ, മിഥുനണ്ണന് മാതാപിതാ വിജയ് ഉയർ, എനിക്ക് മാതാപിതാ ഗുരു ദൈവം. അങ്ങനെയാണ് നമ്മൾ തമ്മിലുള്ള അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അല്ലാതെ അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളൂ. ഞാൻ ഒരിടത്ത് പോലും മോശമായിട്ട് ഒന്നും പറയാൻ പോയിട്ടില്ല. നീ അപരാധി ഏത് സ്കൂളിലാ പഠിച്ചതവൻ? ഇതെല്ലാം ഡ്രീമർ ഒപ്പി ചന്ദ്രൻ പുള്ളിയാണ്. അണ്ണൻ പഠിച്ച സ്കൂളൊന്ന് പറഞ്ഞു തരണം, എനിക്ക് 2-3 പയ്യന്മാർക്ക് അഡ്മിഷൻ എടുത്ത് കൊടുക്കാനാണ് അവിടെ. ഒന്ന് അലിൻജോസ് പെരേര. പാസ്പോർട്ടോ കണ്ടന്റ് ക്രിയേറ്റർ, പിന്നെ രഗുൽ വി എം. അല്ലെ ഒന്നും ലൈവ് ആക്കി. ഞാൻ ഒന്ന് മൂത്ര വെച്ചിട്ട് വരാം. അപ്പൊ സിറ്റിൽ ഓടാവട്ടത്. പിന്നെ 62 അണ്ണന്റെ സ്കൂളൊന്ന് അറിയണം ഞങ്ങക്ക്. അവൻ സ്കൂളിലൊന്നും പോയിട്ടില്ല. പോയായിരുന്നു ഇമാതിരി പെണ്ണുത്തരം ഒന്ന് പറയൂ. അത് നിക്കോന്ന് പറയാം. ഈകളുടെ മോഡറേറ്റർ എന്നുള്ള നിലയിൽ നിനക്ക് എന്താ പറയാനുള്ളത്? ഇതിനെണ്ണം നല്ല പയ്യനാണ്. എനിക്ക് നാളല്ലേടാ സ്വയം നിലപാട് വ്യക്തമാക്കാത്ത. എന്തിനത് നിന്റെ അഭിപ്രായം പറ മിഥുനണ്ണനെ കുറിച്ച്, ചലഞ്ചിങ് സ്റ്റാറിനെ പറ്റി. എടാ കേക്കാവോ? എടാ ഇവനെ മിഥുനനെ കുറിച്ച് കുറ്റം വെള്ളം പറഞ്ഞവൻ പറഞ്ഞു. ഹലോ, ഒന്നും പറഞ്ഞില്ല, ആള് പോയേക്കണേ. ചർച്ച 2 പറയാൻ ലൈവ് ഇരുന്ന് ഇവനെ വെട്ടിക്കൊണ്ട് പോകും. നാളെ ഈഗിളിന്റെ, എനിക്ക് തോന്നുന്നു നാളെ വിജയന്റെ ഫോട്ടോ മാറ്റിയിട്ട് നാളെ ഈഗിളിന്റെ പടം ആയിരിക്കും അവന്റെ ബാക്കിൽ. ഇനി അണ്ണൻ എന്ന് പറയുന്നത് വാസുവണ്ണൻ ദൈവം. എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്ത ലോകത്തില് ഒരാളും ഇല്ല, ഒരു മനുഷ്യരും ഇല്ല, ഒരു മനുഷ്യനായിട്ട്. ഗുരു എടാ മിഥുനെ കുറിച്ച് പറഞ്ഞാ ചേട്ടാ ഫുൾ സേഫ് അവൻ. എടാ കുട്ടിക്കിടങ്ങ കുട്ടിക്കുറങ്ങൻ അത് കോടിയായിരുന്നു കേട്ടാ. പക്ഷെ ഇവനൊന്നും പറഞ്ഞില്ലടാ മിഥുനെ കുറിച്ച്. ഒന്നും പറഞ്ഞില്ല. ചേട്ടനാണ് ക്ലാസ് എടുത്താട്ടാ അവൻ. ഗുരു വിജയണ്ണൻ ഗുരു വിജയണ്ണ മാതാപിതാ വിജയണ്ണ ദൈവം. ചേട്ടാ വേറെ സ്കൂളിൽ പഠിച്ചേ അറിയോ ചേട്ടാ? എനിക്കറിഞ്ഞൂടാ ഈ കണ്ടംപൂറിയൊന്നും. സോറി, അങ്ങനല്ല, ഈ സ്കൂളിലൊന്നും പോയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നേ. പോയായിരുന്നു ഇമാതിരി തെണ്ടത്തരം എന്ന് പറയൂ. ശരത്ത് എന്ന ഗ്രാമർ എടാ ചന്ദ്ര ഒന്ന് മൂട്ടി വീട്ടി ഇവനെ എന്തെങ്കിലും പറയിപ്പിക്കുന്നു. ചേട്ടാ നടക്കില്ലടാ, എല്ലാം നോക്കിയാ നോക്കിട്ട് ഫുള്ള് സേഫ്. ഇതിൽ അണ്ണൻ വരെ വിളിച്ച് നമ്മളില്ലെന്നൊക്കെ. അണ്ണാ വരെ വിളിച്ച അവനെ കുനിഞ്ഞു ഇതിരണനെ. നാളെ ഭരണിപ്പേട്ട, നാളെ ഭരണിപ്പട്ട ചന്ദ്ര ഇനി ഏറ്റുപിടിക്കല കേട്ടോ. പ്യൂർ ഇതാണ്, വ്യൂസിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണത്. ചേട്ടാ അവന് ഒരു സന്തോഷം, നമുക്ക് ഒരു സന്തോഷം. പക്ഷെ ഞാൻ കണ്ടില്ല കേട്ടോ, ഇന്ന് രാവിലെ വില്ലുമോൻ റിയാക്ട് ചെയ്തപ്പോഴാണ് ഞാൻ കാണുന്നത്. എന്റെ ഒരു വീഡിയോ നാളെ കാണണം. എന്തിനാണ് എന്നെ പറ്റി പറഞ്ഞത് ലൈവ്? പക്ഷെ നിന്നെ ഭയങ്കര തെറിവിളിയായിരുന്നു കേട്ടോ. എന്നെ അധികം തെറി വിളിച്ചില്ല. ചേട്ടാ തെറി വിളിച്ചില്ല. ചേട്ടാ തെറി വിളിച്ചില്ല. ഞാൻ അവന്റെ തെറി പറഞ്ഞോണ്ടാ എന്നെ തെറി പറഞ്ഞു അല്ലേ? കാര്യമായി. നാളെ ഉറങ്ങും. എടാ ഈകളെ, എടാ മിഥുനണ്ണനെ കുറിച്ച് 2 ആൾക്ക് പറയാറുണ്ട് കേട്ടോ നിനക്ക്. ചേർത്തേട്ടാ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ചേർത്തേട്ടാ, ഒരു സെക്കൻഡ്, ഒറ്റ മിനിറ്റ് ഫേസ് ക്യാമറ നോക്കിയതോട്ടെ. ചേർത്തേട്ടാ ബുദ്ധിയുള്ള ഏതെങ്കിലും ആണ് ഒരുത്തനായിരുന്നു ഈ വർത്താനം പറഞ്ഞിരുന്നത്, ഞാൻ അവനെ ചേർത്തേട്ടനെ പറഞ്ഞു പറഞ്ഞാൽ അവിടെ പോയി അടിച്ചേനെ ഞാൻ, ഒരു സംശയമില്ല.
ഇതിപ്പോ എടാ, അവൻ എങ്ങനെ പറഞ്ഞു കേട്ടാ നിന്നെ അടിക്കോ കേട്ടാ കേട്ടടാ നീ റേഞ്ച് വെയിറ്റ് അല്ലേ ഇത്? എടാ നീ ഇതിരണ്ട് ഇതിനാണ് നിന്നെ അടിക്കാൻ സംസാരിക്കില്ലേ നീ ശരത്തേട്ടാ, ഇത് റേഞ്ച് വെയിറ്റ് ശരത്തേട്ടാ. അടി ഈകളെ നമുക്ക് അത് കേട്ടാ നീ അടിക്കാൻ പോലെ നമുക്ക് അത് കേട്ടാ ഇത് മിഥുനണ്ണന്റെ അടുത്ത് ഞാൻ അങ്ങനെ ബിഹേവ് ചെയ്തില്ല. ശരത്തേട്ടാ ഒന്ന് ആലോചിച്ച് നോക്കിയ ശരത്തേട്ടാ, ലോകത്തുള്ള എല്ലാ പ്രശ്നവും എന്റെ തലയില. എന്നെ ഒന്ന് വെറുതെ വിടാൻ പറ്റുമോ? ആവശ്യത്തിൽ കൂടുതലുണ്ടോ ഇനി ഈ പാടത്തിന്റെ അടുത്തൊക്കെയുള്ള സ്പേസ് അവിടെ ഇല്ല. വെറുതെ വിട്ടേക്കുന്നില്ല വെറുതെ വെറുതെ നീ ഒരുത്തൻ വന്ന് നിൽക്കുന്ന കണ്ടാ മെറ്റ അടിച്ച്. അളിയ ഞാൻ ഇന്ന് കേരള അളിയ എനിക്ക് നാളെ രാവിലെ 6 മണിക്ക് കൂട്ടാൻ പക്ഷെ നാളെ ഞാൻ ലൈവ് വരുവാണെങ്കിൽ എന്റെ ടൈറ്റിൽ ഇതായിരിക്കും മാതാപിതാ വിജയണ്ണൻ ദൈവം. ചേട്ടാ അങ്ങനെ കിട്ടാൻ ഞാൻ വേറെ കാര്യം പറയട്ടെ നിന്റെ അടുത്ത് ചന്ദ്ര, നീ കുറച്ച് അധികം സ്ട്രീം ചെയ്തതെന്ന് നിന്റെ 2 ദിവസത്തെ ആർപിയിലെ സംസാരത്തിൽ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. ഞാൻ ഒരു ബാൻഡിലല്ല എനിക്ക് അളിയ ആൾക്കാർക്ക് നിനക്ക് നീ സ്ട്രീം ചെയ്യാത്ത എന്താന്ന് ചോദിക്കാനും പാടില്ല. നിനക്ക് എവിടെയെങ്കിലും പോണം, അപ്പൊ നിനക്ക് ബാൻ മേടിക്കണം. നീ കുറച്ച് ദിവസമായിട്ട് അധികം അതിന് ട്രൈ ചെയ്യുന്നുണ്ട്. അത് ഗ്യാങ് സസ്പെൻഷൻ മേടിച്ചു തരാനാണ് നീ നോക്കണേ. ഇല്ല 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 ഒരിക്കലില്ല അളിയ. നാളെ എന്റെ കൂട്ടുകാരെ പുറത്ത് വന്നാലേ അവനെ ഓക്കെ ഓക്കെ ശരി ശരി, ഞാൻ സിറ്റിയിലുണ്ടാവേ. എന്നാ ശരിടാ എന്നാ, bye bye. സിറ്റി വാ. ലോഡ് ചെയ്തിട്ട് ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് മിഥുനണ്ണ, എനിക്കൊരു പ്രശ്നമില്ല നിങ്ങളായിട്ട്. ആവശ്യത്തിലധികം കൂടുതൽ കുറേ പ്രശ്നങ്ങളിലും കാര്യങ്ങളിലും ഒക്കെയാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പുതിയൊരു പ്രശ്നത്തിലോട്ട് വരാനുള്ള താല്പര്യവും ഇല്ല. ദയവേത് എൻ്റെ ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒഴിവാക്കി തരണം. എനിക്ക് ഇങ്ങനെ ചന്ദ്രനെ പോലത്തെ കുറച്ച് കൂട്ടുകാരുണ്ടായിപ്പോയി. പിഴച്ച പിള്ളേരാ എല്ലാം. ഹലോ, എന്തിനായിരുന്നു? 1 മില്യണോ? എന്താ 1 മില്യൺ എന്ന് പറഞ്ഞാ? അണ്ണന്റെ ഫോൺ എടുത്ത് നോക്കി, ഇൻസ്റ്റാഗ്രാമിൽ 1 മില്യൺ അടിച്ച്. ഇല്ല, ഇതൊന്നും അറിയുന്നില്ലേ? എനിക്ക് സിറ്റിയിൽ ഇൻസ്റ്റാഗ്രാം ഇല്ലല്ലോ. അണ്ണന്റെ വലിയ ഫേക്ക് അക്കൗണ്ട് ഉണ്ടെന്ന്. ഫേക്ക്